പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തുള്ള ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം വെച്ച് കൊടുക്കുക. അതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും തേയില സ്വല്പം കൂടുതൽ ഇട്ട് കൊടുക്കുക, കാരണം നല്ല രീതിയിൽ കടുപ്പം വേണം. അപ്പോൾ എത്ര പഴകിയ ഫർണിച്ചറും വെട്ടിത്തിളങ്ങും കേട്ടോ. അതുമാത്രമല്ല ഫർണിച്ചറിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചിലന്തിയൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് തുടയ്ക്കുമ്പം തന്നെ ആ ഒരു ശല്യമേ ഉണ്ടാകില്ല. ഇനി ഇതിനകത്ത് 2 സാധനങ്ങളോട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പം എന്താ നല്ലോണം കടുപ്പമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അരിച്ചെടുത്തപ്പോൾ തന്നെ കണ്ടോ നല്ല രീതിയിൽ കടുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വീട്ടിൽ ക്ലീനിങ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെ ആവശ്യമില്ല നമുക്ക്, കാരണം ഞാനെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഒരു മൂടി, ഒരടപ്പ് കണ്ടോ, ഒരു അടപ്പിൻ്റെ വിനാഗിരിയുടെ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഒരടപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം മതി. വളരെ നിസ്സാരമായിട്ട് തന്നെ വീട്ടിൽ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോട്ടൺ തുണി മുക്കിയിട്ട് വേണം നമുക്ക് തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക, കാരണം എണ്ണയും വിനാഗിരിയായിട്ട് തെളിഞ്ഞ് മാറി നിൽക്കും. അപ്പോൾ കട്ടൻ ചായ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കണ്ടോ, ഇനി നമ്മളൊരു കോട്ടൺ തുണിയെടുത്ത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ തുടച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ കണ്ടോ ഇതേപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് മുക്കിയിട്ട് നമ്മുടെ ഇവിടെ ഏതൊക്കെ ഫർണിച്ചറുകളുണ്ടോ, കതക്, കട്ടള എല്ലാം, ജനലിൻ്റെ കട്ടള എല്ലാം നമുക്കിത് വെച്ച് തുടച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിതാണ്ട് കതക് കാണിക്കുകയാണ്. കണ്ടോ തുടയ്ക്കുമ്പം തന്നെ അതിൻ്റെ ഒരു വെട്ടം, തിളക്കം, നല്ല ഒരു ഷൈനിങ് ആക്കിയിട്ട് നമുക്കിത് വെച്ച് തുടച്ച് കൊടുക്കുമ്പോഴത്തേന് തടിയൊക്കെ കണ്ടോ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ സോഫയുടെ സെറ്റിയുടെയൊക്കെ തടി വെച്ച് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ കയ്യിൽ തവ, ചട്ടകം, തടിയുടെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനൊന്നുകൂടെ മുക്കിയിട്ട് നമ്മുടെ ജനലിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തുടയ്ക്കുന്ന ഭാഗവും തുടയ്ക്കാത്ത ഭാഗവും തമ്മിൽ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ വിടവുകളിലൊക്കെ നമ്മുടെ ചിലന്തിയൊക്കെ കൂടുകൂട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാകത്തില്ല. കുറേ നാളത്തേക്ക് ഇതേപോലെ തന്നെ വെട്ടിത്തിളങ്ങി കിടക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ടിപ്പാണ്. നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി. വീട്ടിലുള്ള നിസ്സാര സാധനം വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ സോഫയുടെയൊക്കെ ഇത്, അതേപോലെ ഷോക്കേഴ്സിൻ്റെ തടി കണ്ടോ, എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്.